ഷാനവാസിന്റെ വിവരം ബിഗ് ബോസിനോട് തിരക്കി അനീഷ്. കൂടുതൽ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷാനവാസും അനീഷും കൂട്ടുകൂടും, പിണങ്ങും അങ്ങനെയൊക്കെയാണ് അവരുടെ റിലേഷൻ. എന്നിരുന്നാലും ഷാനവാസിനോട് അനീഷിന് ഷാനവാസിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഇന്നലെ മറ്റാരും ചോദിക്കാത്തൊരു കാര്യമാണ്. ബിഗ് ബോസിൻ്റെ അടുത്ത് രാത്രിയായപ്പോൾ അനീഷ് വന്ന് ചോദിച്ചത്, ബിഗ് ബോസെ, ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമുണ്ട്. ഷാനവാസ് ഇവിടുന്ന് പോയിട്ട് ഷാനവാസിൻ്റെ ഒരു വിവരവുമില്ല. ദയവായി ഷാനവാസിൻ്റെ എന്തെങ്കിലും ഒരു വിവരം ഞങ്ങളെ അറിയിക്കണം. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ് ഷാനവാസിൻ്റെ കാര്യം ഓർത്ത് എന്ന് പറയുന്നുണ്ട്. മറ്റുള്ള ഒരു മത്സരാർത്ഥി പോലും ഷാനവാസിൻ്റെ കാര്യം അവിടെ ചോദിച്ചിട്ടില്ല, തിരക്കിയിട്ട് പോലുമില്ല. പ്രത്യേകിച്ച് നെവിൻ, ആര്യൻ, അക്ബർ, അനുമോളും ആദില നൂറയും ഷാനവാസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിരുന്നാലും ബിഗ് ബോസിനോട് തിരക്കിയ അനീഷ് മാത്രമാണ്. അത് മാത്രമല്ല, അനീഷ് ഷാനവാസ് ഇന്നലെ വയ്യാണ്ടായപ്പോൾ അനീഷാണ് ഷാനവാസിനെ കൺസെഷൻ റൂമിൽ കൊണ്ടുപോയത്. അവിടെ വലിയ അടി നടക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്. അനീഷ് ഷാനവാസിൻ്റെ ടാബ്ലറ്റും ഒക്കെ വന്ന് എടുക്കുന്നുണ്ട്. അനീഷിന് അറിയാം ഷാനവാസ് ഏതൊക്കെ ടാബ്ലറ്റാണ് കഴിക്കുന്നത്. അനീഷാണ് അവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത്രയും മനുഷ്യത്വമുള്ള ഒരു നന്മയായ മനുഷ്യനാണ് അനീഷ്. പച്ചയായ മനുഷ്യനാണ്. അദ്ദേഹത്തിന് നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. നമ്മളെല്ലാവരും അത്ര പെർഫെക്റ്റ് അല്ലല്ലോ. നമ്മളിൽ എല്ലാവർക്കും മനുഷ്യരുടെ തെറ്റുപറ്റും. എന്നിരുന്നാലും മറ്റുള്ള ഒരാൾ ആപത്ത് വരുമ്പോൾ അവർക്ക് വേണ്ടി ബിഗ് ബോസിനോട് ചോദിച്ചല്ലോ. വേറെ ഒരു മത്സരാർത്ഥി പോലും ഷാനവാസ് അവിടെ എങ്ങനെയുണ്ട്, ഷാനവാസിന് കുറഞ്ഞോ എന്ന് ഒരു മത്സരാർത്ഥി പോലും ബിഗ് ബോസിൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല, അനീഷ് ഒഴികെ. ഈ ഒരു കാര്യത്തിൽ അനീഷിൻ്റെ 100% യോജിക്കുകയാണ് ഞാൻ. ഇത്രയും നല്ല ഒരു മനുഷ്യനാണ് അനീഷ് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. വേറെ അവിടെ എത്രയോ മത്സരാർത്ഥികൾ അവിടെ ഉണ്ട്. ഒരാൾ പോലും 10-85 ദിവസമായല്ലോ അവിടെ എല്ലാവരും താമസിക്കുന്നത്. ഒരാൾ പോലും ഷാനവാസ് എങ്ങനെയാണ് തിരക്കിയിട്ടില്ല. പ്രത്യേകിച്ച് ഷാനവാസിന് ഏറ്റവും ഇഷ്ടമുള്ള ആദില നൂറ പോലും, ഷാനവാസിൻ്റെ കൂടെ ഒരുപാട് സീരിയലിൽ വർക്ക് ചെയ്ത അനുമോൾ പോലും ചോദിച്ചിട്ടില്ല. ഇന്നലെ അവർ ഫുഡൊന്നും കഴിച്ചില്ല. അനുമോളും ആദില നൂറ ഫുഡ് കഴിച്ചില്ല. എന്നിരുന്നാലും അനീഷ് ഒരു പച്ചയായ സാധാരണ മനുഷ്യനാണ്. അപ്പോൾ എൻ്റെ കൊച്ചുകൂടെ അവസാനിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ താങ്ക് യു.